ഫൈനലി നമ്മുടെ പാമ്പൻ പാലം വഴി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി, രക്ഷയില്ലാത്ത. പുതിയ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമായിരുന്നു, നമ്മുടെ അമൃത എക്സ്പ്രസ് എപ്പോഴാണ് രാമേശ്വരത്തേക്ക് നീട്ടുകയാണുള്ളത്. യെസ്, നമ്മുടെ അമൃത എക്സ്പ്രസ് ഫൈനലി അങ്ങനെ രാമേശ്വരത്തേക്ക് നീട്ടിയിരിക്കുകയാണ്. ഒക്ടോബർ 16 തൊട്ട്, അതായത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഇന്ന് മുതൽ നമ്മുടെ അമൃത എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ തൊട്ട് രാമേശ്വരം വരെയാണ് സർവീസ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്താണുള്ളത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ട് മനസ്സിലായിട്ടുണ്ടാവും. തിരുവനന്തപുരത്ത് നിന്നും നമ്മൾ രാമേശ്വരം വരെ എൻഡ് ടു എൻഡ് ജേണി ചെയ്യാൻ പോകുന്നത് അമൃത എക്സ്പ്രസ്സിൽ. അപ്പോൾ ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അമൃത എക്സ്പ്രസിൻ്റെ റേക്ക് 5ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഷണ്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 5-നാണ് നമ്മുടെ വണ്ടി പുറപ്പെടുന്നത്. Central February Express will arrive shortly on platform number 3. Number 4. ബോർഡൊന്നും വെച്ചിട്ടില്ല, ഇനി ബോർഡ് വെക്കണം എന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ അമൃത എക്സ്പ്രസ്സിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന കോച്ച് B1. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കോച്ചിൻ്റെ അകത്തേക്ക് കയറാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് തന്നെ കയറി, ആരും കയറിയിട്ടില്ല, ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ വെക്കുന്നുള്ളൂ. ഇതാണ് നമ്മുടെ കോച്ചിൽ വരുന്ന നമ്മുടെ സീറ്റ് നമ്പർ വരുന്നത് 1 ആണ്. ഇവിടെയാണ് നമ്മുടെ സീറ്റ്. രാത്രി കഴിക്കാനുള്ള ഫുഡൊക്കെ വാങ്ങിച്ചിരുന്നു തിരുവനന്തപുരത്ത് തന്നെ. അതവിടെ ഇരിക്കട്ടെ, ബാഗ് വിട്ടിരിക്കട്ടെ. ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ ലോക്കോ ഏതാണെന്ന് പോയി നോക്കാം. ലോക്കോ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ലോക്കോ ഏതാണെന്ന് പോയി നോക്കിയിട്ട് വരാം. ലോക്കോ നോക്കുന്നതിന് മുന്നേയായിട്ട് നമുക്ക് നമ്മുടെ കോച്ചൊന്ന് റിവ്യൂ ചെയ്യാം. നമ്മുടെ കോച്ചിൽ വരുന്ന കാര്യങ്ങൾ, ഇവിടെയായിട്ടൊരു ചാർജിങ് പോയിൻ്റ് ഉണ്ട്, പിന്നെ 2 വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള പൗച്ച് ഉണ്ട്, ഒരു മിറർ, പിന്നെ മേലെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളൊരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. കാണുന്ന പോലെ 2 അപ്പർ ബർത്ത്, ഫുഡ് കഴിക്കാനുള്ളൊരു ട്രേ ടേബിൾ, ഇത്രയും സംഭവങ്ങളാണ്. പിന്നെ AC ഓൺ ആക്കിയിട്ടില്ല കേട്ടോ, AC ഓൺ ആക്കിയിട്ടില്ല ഇതുവരെ. നമ്മുടെ ടോയ്ലറ്റ് വരുന്നത് ഇന്ത്യൻ സ്റ്റൈല്. ഇതൊക്കെ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു കഴുകിയതിൻ്റെ സ്മെല്ലുണ്ട്, വേറെ വൃത്തിയായിട്ട് സ്മെല്ലൊന്നല്ല. പുറത്ത് ഇന്ത്യൻ സ്റ്റൈൽ ടോയ്ലറ്റാണ്, പറഞ്ഞു മാറിപ്പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ അമൃത എക്സ്പ്രസ്സിന് തിരുവനന്തപുരത്ത് നിന്ന് കൊടുത്തുള്ള ലോക്കോ കേട്ടോ. ആരക്കോണ ഷെഡിൻ്റെ 22,768 ഒരു ഇൻഡിപെൻഡൻസ് ഡേ ലിബറിയുള്ളൊരു ലോക്കോ ആണ്. എനിക്ക് ഇരുട്ടായിട്ട് ഇത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല. WP4 ലോക്കോ ആണ് നമ്മുടെ ലോക്കോ. ഈ ലോക്കോ കഴിഞ്ഞ് ഇപ്പുറത്ത് തന്നെ SE1 എന്ന് പറഞ്ഞിട്ടൊരു സ്ലീപ്പർ കോച്ച് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ലോക്കോയുടെ സൗണ്ടും ആ ഹോണിൻ്റെ സൗണ്ടും ഒക്കെ ആയിട്ട് എങ്ങനെ കിടന്ന് ഉറങ്ങാനാ അല്ലേ? ഇവർക്ക് നിന്ന് വേറെ ഏതെങ്കിലും പുറകിലിട്ടിട്ട് കൊടുത്തൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും കോച്ചിൻ്റെ ഇടയിൽ കൊടുത്തൂടെ? അതില്ല, ഏറ്റവും ഫ്രണ്ടിലായിട്ട് SE1 എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ സ്ലീപ്പർ. നമുക്കിനി പാലക്കാട് ജംഗ്ഷനിൽ വെച്ചിട്ട് ലോക്കോ റിവേഴ്സൽ ഉണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്ക് ഈ ലോക്കോ തന്നെയാണോ കൊടുക്കുന്നതെന്നുള്ളത് രാവിലെ ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ ഫുഡ് കഴിക്കാം. മേടിച്ചത് ചപ്പാത്തിയും ഗോബി മഞ്ചൂരിയാണ്. ഞാൻ പ്ലാറ്റ്ഫോമിനകത്തുള്ള ഫുഡ് കോർട്ടിൽ തന്നെ മേടിച്ചത്. കഴിച്ചു നോക്കട്ടെ. ട്രെയിൻ പുറപ്പെടാൻ ഒരു 10-15 മിനിറ്റ് കൂടി ഉണ്ട്. നമുക്ക് ഫുഡ് കഴിച്ച് സെറ്റാക്കാം. നമ്മുടെ അമൃത എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രലിൽ പുറപ്പെടാൻ പോവുകയാണ് കേട്ടോ. ബാക്കിൽ നിന്ന് ഗാർഡ് സിഗ്നൽ കാണിച്ചു തുടങ്ങി, പുറപ്പെട്ടു. കറക്റ്റ് 8:30 തന്നെ നമ്മുടെ ട്രെയിൻ പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് ആട്ടോ. 16:48.
ബ്രെഡ് റോൾസ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അതിനകത്ത് രണ്ട് വൈറ്റ് ബെഡ്ഷീറ്റാണ്. ടവല് കൊടുത്തിട്ടില്ല, ടവല് കാണില്ല. മിക്ക തേടീസിലും അറിയാലോ ടവൽ ഉണ്ടാകാറില്ല, ചോദിച്ചാലേ തരുള്ളൂ. രണ്ട് വൈറ്റ് ഷീറ്റ് തന്നുണ്ട്, നല്ല വൃത്തിയുണ്ട് കേട്ടോ. നീറ്റാണ്, കുഴപ്പമൊന്നുമില്ല. ബ്ലാങ്കറ്റ് മേലെ വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഫസ്റ്റ് സ്റ്റോപ്പായിട്ടുള്ള കഴക്കൂട്ടത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ജനറൽ കയറാൻ വേണ്ടിയുള്ള തിരക്കാണ്. കൂട്ടത്തിൽ നമ്മൾ പുറപ്പെട്ടു. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് വരുന്ന വർക്കലയാണ്. ഞാൻ അധികം ഒന്നും കവർ ചെയ്യുന്നില്ല കേട്ടോ. രാത്രിയാണ് ഒന്നാമത്, പിന്നെ നമ്മൾ സ്ഥിരം പോകുന്ന റൂട്ടാണ്. അപ്പോൾ കുറച്ച് കവർ ചെയ്യുള്ളൂ. നമ്മളങ്ങനെ വർക്കലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഭാഗത്തൊന്നും ഒട്ടും ലൈറ്റില്ലേ. നോക്കും ഇവിടുത്തെ അവസ്ഥ. എത്ര ആൾക്കാർ വന്ന് കയറുന്ന സ്റ്റേഷനാണ്. എന്നിട്ടും ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അമൃത് ഭാരതിൻ്റെ. നമ്മളങ്ങനെ കൊല്ലത്തിൻ്റെ വലിയ കറവ് തിരിഞ്ഞ് വരുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഇവിടെ ലൈറ്റ് ഉണ്ടാവും, എന്തൊന്നും ലൈറ്റ് കാണുന്നില്ല, അത് ക്ലിയർ ഇല്ലാത്ത. ഒരു കാർ പാർക്കിംഗ് ആട്ടോ പുതിയ. അങ്ങനെ നമ്മൾ കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തി. കൊല്ലത്ത് നല്ല തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴും അവിടെ നന്നായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ സൗണ്ടുകൾ കേൾക്കാം, മറ്റേ JCB ഒക്കെ വെച്ച് പണിയുന്നതിൻ്റെ. കൊല്ലത്ത് നമ്മുടെ വണ്ടി പുറപ്പെട്ടു. ഇനി അടുത്ത സ്റ്റേഷൻ വരുന്നത് കരുനാപ്പള്ളിയാണ്. ഇനി ഞാൻ അങ്ങോട്ട് ഷൂട്ട് ചെയ്യുന്നില്ല. ഇനി അടുത്ത സ്റ്റോപ്പുകളൊക്കെ കരുനാപ്പള്ളി, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല, അങ്ങനെയാണ് സ്റ്റോപ്പുകളൊക്കെ വരുന്നത്. സമയമായിട്ടൊന്നുമില്ല, 10 മണി ആവുന്നതേ ഉള്ളൂ. പക്ഷേ എന്നാൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ അടുത്ത യാത്രക്കാരൊക്കെ രാത്രി 2 മണിക്കും 1 മണിക്കൊക്കെ ഇറങ്ങാനുള്ള ആൾക്കാരാണ്. അപ്പം ഞാനിങ്ങനെ പോയി വന്ന് നോക്കുമ്പോൾ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആകാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ ഷൂട്ട് ചെയ്യുന്നില്ല. ബാക്കി നാളെ രാവിലെ തൊട്ടുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. മോർണിംഗ്. അത് നമ്മൾ രാവിലെ ആയപ്പം ഉദുമൽപേട്ട് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ട്രെയിൻ ജസ്റ്റ് 2 മിനിറ്റ് ഇടയില്ല കേട്ടോ. 6:08 തന്നെ വണ്ടി 6:10 ആയപ്പോഴത്തേക്ക് നമ്മൾ ഉദുമൽപേട്ട് എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് ഉള്ളത്. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ ഉദുമൽപേട്ട് നമ്മൾ ഡിപ്പാർട്ടായിരിക്കുകയാണ്. നമ്മളങ്ങനെ പഴനി എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പഴനി എത്തിയപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ ഇറങ്ങി കേട്ടോ. കുറേ ആൾക്കാർ പഴനി ഇറങ്ങി, അറിയാലോ. നമുക്കിവിടെ വെച്ചൊരു ക്രോസിംഗ് ഉണ്ട്. ചെന്നൈ സെൻട്രലിൽ നിന്ന് പാലക്കാട് ജംഗ്ഷൻ വരെ പോകുന്ന ചെന്നൈ പാലക്കാട് സൂപ്പർ ഫാസ്റ്റുമായിട്ട്.
വണ്ടി കുറച്ച് ലേറ്റാണ്, നമ്മളാണെങ്കിൽ ഓൺ ടൈം വന്ന്. നമ്മളങ്ങനെ പഴനിയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. മഴ ചാറുന്നുണ്ട്, മറ്റൊരു സ്പ്രേ അടിക്കുന്ന പോലത്തെ ഒരു മഴയില്ലേ, അങ്ങനത്തെ മഴ. നല്ല മഴക്കാറും ഉണ്ട് ഇവിടെയൊക്കെ. അങ്ങോട്ടൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. ഡിഗ്രിക്കൽ എത്തുന്നതിന് മുന്നേ ആയിട്ടുള്ള ഒരു സ്റ്റേഷനിൽ ഒടയിൽ ചന്ദ്രൻ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ എത്തി കേട്ടോ. അവിടെ നമുക്ക് സ്റ്റോപ്പുണ്ട്. അപ്പോൾ ബാക്കിൽ കണ്ട് നിങ്ങൾ ആ മലയും കോടയൊക്കെ ആയിട്ട് എന്ത് ഭംഗിയാ നോക്കിയ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡ് കാണാനായിട്ട് കിടിലായിട്ടുള്ള. ഇപ്പോൾ നല്ല മഴയും കൂടി പെയ്തപ്പോഴേ നല്ല അടിപൊളി, നല്ല നിറച്ച് കോട കേട്ടോ, ഫുള്ള് മൂട് കേട്ടോ. അപ്പം മല കോട വന്ന് കയറിയിട്ട് അടിപൊളി. അപ്പം നല്ല മഴ പെയ്തു പോയി ഇവിടെ. ഞാനിവിടെ നടന്ന ഏറ്റവും ഫ്രണ്ടിൽ വന്നിട്ടോ, പോയി ലോക്കോട് കൊണ്ട് പിക്കൊക്കെ എടുത്ത്. അപ്പോഴത്തേന് സിഗ്നലിൽ പച്ചയായി, പക്ഷെ വണ്ടി ഇതുവരെ എടുത്തിട്ടില്ല. ആൾക്കാരൊക്കെ എപ്പോഴും പുറത്ത് വെക്കുക, ഹോണും അടിച്ചിട്ടില്ല, ഒന്നും ആയിട്ടില്ല. എടുത്തു. കറക്റ്റ് അരമണിക്കൂർ ഇട്ടിട്ട് ഇവിടെ, കറക്റ്റ് അരമണിക്കൂർ. 7:35 വന്നു, 8:05 വന്നു, എടുത്തു. ഞാനതാ പറഞ്ഞത്, സിഗ്നലായിട്ട് ഹോണൊന്നും അടിച്ചില്ലെന്ന് പറയാൻ കാരണം വെച്ചാൽ 8 മണിയായപ്പോഴത്തേന് സിഗ്നൽ പച്ചയായതാണ്. പിന്നെ 5 മിനിറ്റ് വണ്ടി കിട്ടും. എന്നിട്ട് 8:05 ലോക്കോമോറ്റീവ് ഹോൺ അടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വണ്ടി പുറപ്പെട്ടു പോകുന്നത് ഒരു 10-15 മിനിറ്റ് ബിഫോർ ടൈമായിട്ട് നമ്മൾ ഡിണ്ടിക്കിൽ വന്നു കേട്ടോ. നമുക്ക് പോയിട്ട് രാവിലെ കഴിക്കാനുള്ള ഫുഡ് എന്തെങ്കിലും വാങ്ങാം. നമ്മുടെ വണ്ടിയുടെ ലോക്കൗട്ട് എന്നാലും ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, രാത്രി ആയിട്ട് അത്ര ക്ലിയർ ആയിട്ടില്ല. ഇതാണ് നമ്മുടെ ലോക്കോ വരുന്നത്. ആരക്കോണ ഷെഡിൻ്റെ WAP4 ആണ്, 22,768. പാലക്കാട് നിന്ന് ഈ ലോക്കോ തന്നെ കേട്ടോ കൊടുത്തു വിട്ടെ റിവേഴ്സ് ചെയ്തപ്പോഴും. ഇപ്പം സമയം 8:55 ആവാറായി. 8:40 എടുക്കണ്ട, ഇതുവരെ നമ്മൾ എടുത്തിട്ടില്ല. അപ്പോഴും ഡിണ്ടിക്കിൽ തന്നെയാണ് ഉള്ളത്. ഡിണ്ടിക്കിലെത്തുമ്പോൾ നമുക്ക് രാവിലെ കഴിക്കാനുള്ള ഫുഡ് വാങ്ങി കേട്ടോ. ഇഡ്ഡലിയും സാമ്പാറും വാങ്ങി, പിന്നെ ഒരു കോഫി വാങ്ങി. കോഫിക്ക് 22 രൂപയാണ്, ഇതിന് 50 രൂപ ഈ സെറ്റിന്. പുറത്തിപ്പോഴും മഴ അങ്ങനെ ചാറി ചാറി നിൽക്കുക, വല്ലാത്തൊരു മഴ. ശരിക്കും പെയ്യുന്നുമില്ല എന്നങ്ങനെ ചാറി ചാറി നിൽക്കുക. അത് 3 ഇഡ്ഡലി, ഒരു വട, 2 ചട്നി വന്നിട്ടുണ്ട് കേട്ടോ. 2 ചട്നി, ഒരു സാമ്പാർ. ഇത്രയാണുള്ളത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. 17 മിനിറ്റ് ഡിലേയോടെ ഡിണ്ടിക്കൽ ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഇവിടെ മറ്റേ എന്താ പറയുക, വന്ദേ ഭാരത് വരാനുണ്ടായിരുന്നു, തിരുനെൽവേലി ചെന്നൈ മോൾ. അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ടാണോ പിടിച്ചിട്ടത് എന്നെനിക്കൊരു സംശയം ഇല്ലാതില്ല. അത് വന്നതിന് ശേഷമാണ് ഇപ്പോൾ നമ്മളിവിടുന്ന് പോകുന്നത്. ഒരു 10 മിനിറ്റ് ഡിലേയോടെ നമ്മളങ്ങനെ മധുര ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ മധുരൈ ജംഗ്ഷൻ. നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ റൈഡ് ഷെയറിങ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ നമ്പർ വരുന്നത് 16,343 തിരുവനന്തപുരം സെൻട്രൽ ടു രാമേശ്വരം. ഈ റേക്ക് ഇന്ന് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന റേക്ക് രാമേശ്വരത്ത് ചെന്നിട്ട് 16,752 രാമേശ്വരം താമ്പരം ബോട്ട് മെയിൽ എക്സ്പ്രസ് ആയിട്ട് പോകും. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് റൈഡ് ഷെയറിങ് വന്നിട്ടുള്ളത്. ആ റൈഡ് ഷെയറിങ് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ട്രെയിനിൽ ഈ കാണുന്ന H7 കോച്ച് ആഡ് ആയിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ മധുര വരെ സർവീസ് നടത്തിയിരുന്നത് നമ്മുടെ അമൃത എക്സ്പ്രസ് മധുരയിൽ നിന്ന്
രാമേശ്വരത്തേക്കുള്ള അതിൻ്റെ ആദ്യ യാത്രയും തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. 5 മിനിറ്റ് ഹോൾട്ടാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മുടെ ട്രെയിൻ അങ്ങനെ മാനാമധുരൈ രാമേശ്വരം റൂട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. നമ്മുടെ അടുത്ത സ്റ്റേഷൻ വരുന്നതും മാനാമധുരയാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അമൃത എക്സ്പ്രസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം. 2001 ഈ ട്രെയിൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്ന് ഈ ട്രെയിൻ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പാലക്കാട് ടൗൺ വരെയായിരുന്നു സർവീസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ട്രെയിനിൽ പാലക്കാട് ജംഗ്ഷനിലും ഷൊർണൂരിലും വെച്ച് ലോക്കോ റിവേഴ്സൽ ഉണ്ടായിരുന്നു. പിന്നെ 2011 ഈ ട്രെയിനിൻ്റെ പുറകു സ്ലിപ്പ് പോർഷനായിട്ട് നമ്മുടെ രാജറാണി എക്സ്പ്രസ്സിന് കൊടുത്തത്. അങ്ങനെ ഇത് ഷൊർണൂർ വന്നിട്ട് രാജറാണി എക്സ്പ്രസ് നിലമ്പൂരിലേക്കും നമ്മുടെ അമൃത എക്സ്പ്രസ് പാലക്കാട്ടേക്ക് വന്നു. പിന്നീട് 2015 ഈ ട്രെയിനിനെ പാലക്കാട് ടൗണിൽ നിന്നും പൊള്ളാച്ചിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയുണ്ടായി. പിന്നെ 2017 പൊള്ളാച്ചിയിൽ നിന്നും മധുരയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നീട് 2019 അതായത് കോവിഡിന് മുന്നേ സമയത്താണ് നമ്മൾ ഇതിൻ്റെ സ്ലിപ്പ് പോർഷൻ ഒഴിവാക്കിയത്. ഷൊർണൂരിൽ നിന്നുള്ള ലോക്കോ റിവേഴ്സലും ഒഴിവാക്കിയിട്ട് ഇത് ഒറ്റപ്പാലം വഴി നേരെ പാലക്കാട് ജംഗ്ഷനിലേക്ക് പോയി. അപ്പോൾ പിന്നെ പാലക്കാട് ജംഗ്ഷനിൽ മാത്രമേ ലോക്കോ റിവേഴ്സൽ ഉണ്ടായിരുന്നുള്ളൂ. രാജറാണിയെ ഇത് രണ്ട് ഇൻഡിപെൻഡൻറ്റ് ട്രെയിനുകളാക്കി മാറ്റി. പിന്നീട് ഇന്നലെ തൊട്ട്, അതായത് ഒക്ടോബർ 16 തൊട്ട് നമ്മുടെ ട്രെയിൻ ഇനി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് മധുരയിൽ നിന്നും രാമേശ്വരത്തേക്ക്. അപ്പോൾ അതിൻ്റെ യാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ മാനാമധുര ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടി. ഒരു 18 മിനിറ്റ് ഡിലേ കാണിക്കുന്നുണ്ട്. ഇവിടെ ജംഗ്ഷൻ വരാൻ കാരണം ഇവിടെ നിന്ന് നമ്മൾ പോകുന്ന രാമേശ്വരത്തേക്കുള്ള ലൈനും അതുപോലെ തന്നെ വിരുദ്ധനഗറിലേക്കും പിന്നെ മധുരയിലേക്കും അതുപോലെ തന്നെ കാരിക്കുടിയിലേക്കുമാണ് ഇവിടുന്ന് ലൈൻ തിരിഞ്ഞ് പോകുന്നത്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഇവിടെ മാനാമധുര ജംഗ്ഷനാണുള്ള കാര്യം. 5 മിനിറ്റാണ് നമ്മുടെ ട്രെയിനിയുടെ സ്റ്റോപ്പുള്ളത്. ഈറോഡിൻ്റെ WP4 വെച്ച് ക്രോസ് ചെയ്ത് പോയ വണ്ടി ഏതാണെന്ന് അറിയില്ല. ഞാൻ നോക്കി റേസ് ട്രെയിനിൽ നോക്കിയിട്ട് കാണിക്കുന്നില്ല. അതിൻ്റെ ബോർഡിനകത്താണെങ്കിൽ നമ്പറൊന്നുമില്ല. പക്ഷേ അതിൽ കാണുന്ന ഇതൊക്കെ വെച്ചാൽ മധുരൈ ടു മയിലാടുതുറൈ, അതുപോലെ മധുരൈ ടു നമ്മുടെ ചെങ്കോട്ട, പിന്നെ തഞ്ചാവൂർ, അതുപോലെ ഒക്കെയാണ് അതിൽ കാണിക്കുന്നത്. രാമേശ്വരം ഒന്നും കാണിക്കുന്നുമില്ല. ഏത് വണ്ടിയാണെന്ന് നോക്കിയിട്ട് കാണിക്കുന്നില്ല. കുറേ റൈഡ് ഷെയറിംഗ് ഉള്ളൊരു വണ്ടിയാണ്, പാസഞ്ചർ വണ്ടിയാണ്, മാത്രം അറിയാം. നമ്മുടെ വണ്ടി അത്യാവശ്യം നല്ലോണം സമയം എടുക്കുന്നുണ്ടോ, കാരണം ഇത് എക്സ്പ്രസ് അല്ലേ. പിന്നെ മാത്രമല്ല ഇതൊരു ചുറ്റി പോകുന്ന വണ്ടിയും കൂടിയാണ്. മധുരയിലേക്കാണെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് എന്താ പറയുക തിരുനെൽവേലി വഴി പോകുന്നതാണ്. അല്ലെങ്കിൽ കൊല്ലം ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിൽ നമ്മുടെ ചെങ്കോട്ട വഴി, അതായത് പുല്ലൂർ ചെങ്കോട്ട വഴി പോകുന്നത് പെട്ടെന്ന് എത്തും. ഒരു 6-7 മണിക്കൂറിനുള്ളിൽ എത്തും. പക്ഷേ ഈ വണ്ടി കറങ്ങി തിരിഞ്ഞല്ലേ പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് എടുത്ത് നേരെ കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് വഴി വന്ന് അങ്ങനെ ചുറ്റിയാണിത് മധുരയിലേക്ക് പോകുന്നത്. അവിടുന്ന് ഇപ്പോൾ രാമേശ്വരത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തപ്പം രാമേശ്വരത്തേക്ക് നല്ല സമയം എടുക്കും. നമ്മൾ 16 മണിക്കൂർ 15 മിനിറ്റാണ് തിരുവനന്തപുരം സെൻട്രലിലോട്ട് രാമേശ്വരം വരെ ഈ ട്രെയിനിൻ്റെ ടൈമുള്ളത്. അതുപോലെ 775 കിലോമീറ്ററാണ് ടോട്ടൽ ഇപ്പം ട്രെയിൻ നിലവിൽ സഞ്ചരിക്കുന്ന ദൂരം. നമ്മളങ്ങനെ അടുത്ത സ്റ്റോപ്പായിട്ടുള്ള പരമക്കുടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പരമക്കുടിയിൽ നിന്നും എടുത്തു. ഇനി അടുത്ത സ്റ്റോപ്പ് രാമനാഥപുരം. നമ്മളങ്ങനെ നമ്മുടെ വണ്ടിയുടെ ലാസ്റ്റ് സ്റ്റോപ്പ്, അതായത്
നമ്മളങ്ങനെ നമ്മുടെ വണ്ടിയുടെ രാമേശ്വരം എത്തുന്നതിന് മുൻപുള്ള ലാസ്റ്റ് സ്റ്റോപ്പായിട്ടുള്ള രാമനാഥപുരം സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു 1/4 മണിക്കൂർ ഡിലേ ഉണ്ട് നമ്മുടെ വണ്ടി. അങ്ങനെ നമ്മൾ രാമനാഥപുരത്തെത്തി. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇറങ്ങി കേട്ടോ നമ്മുടെ വണ്ടിയിൽ നിന്ന്. അങ്ങനെ നമ്മൾ രാമനാഥപുരത്ത് നിന്ന് എടുത്തു. ഇനി നമ്മുടെ പാമ്പൻ പാലം കാണാൻ വേണ്ടിയുള്ള എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് ഒരു 54 കിലോമീറ്റർ കൂടിയുണ്ട് രാമേശ്വരത്തേക്ക്. ആളുകളൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. രാമനാഥപുരം കഴിഞ്ഞ ശേഷം പിന്നെ നമ്മുടെ കോച്ച് കാലിയായി കേട്ടോ. ആകെ എന്നെയും കൂടി കൂട്ടി ഒരു 4 പേരുണ്ടാവും നമ്മുടെ കോച്ചിൽ. ബാക്കി ഫുൾ കാലിയായി. അതേപോലെ കാലിയായി. അതുകൊണ്ടിപ്പം നമ്മുടെ പാമ്പന്പാലത്തൂടെ പോകുന്ന സമയത്ത് ഡ്രോണിൻ്റെ അടുത്തൊന്നും ആരും ഉണ്ടാവില്ല. സുഖമായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. ഈ കിടക്കുന്ന വണ്ടി രാമേശ്വരം മധുര പാസഞ്ചറാണ്. ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയുണ്ടോ പ്ലാറ്റ്ഫോമിൽ. ഇവിടെ ഈ പാമ്പൻ പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത് എല്ലാ ട്രെയിനുകളും കുറേ വണ്ടികളൊക്കെ രാമനാഥപുരം വരെയും പിന്നെ കുറേ വണ്ടികളൊക്കെ ഈ മണ്ഡപം വരെയായിരുന്നു കേട്ടോ സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. മണ്ഡപം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന കടലാണ് കേട്ടോ. നമ്മളങ്ങനെ കടലിനോട് ചേർന്നെന്ന് പറയാൻ പറ്റില്ല, എന്നാലും കടലിൻ്റെ അടുത്ത് കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി രക്ഷയില്ലാത്ത മീനാണ്. ഞാനാണ് ഫസ്റ്റ് ടൈമാണ് പോകുന്നത് പാമ്പൻ പാലം വഴി. ഇപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ പഴയ പാമ്പൻ പാലം, മേലെ കൂടെ പോകുന്ന റോഡ്. ഇപ്പം നമ്മൾ നമ്മുടെ ലിഫ്റ്റിലേക്ക് കയറും, അതായത് വെർട്ടിക്കൽ ലിഫ്റ്റിലേക്ക് കയറാൻ പോവാണ് നമ്മൾ.
ഇപ്പോഴത്തെ പാമ്പൻപാലം ഇത് ലിഫ്റ്റാണ്, വെർട്ടിക്കൽ ലിഫ്റ്റാണ്. ഈ കാണുന്ന ഈ ഭാഗം നേരെ പൊന്ന് വെച്ച് നമ്മുടെ ലിഫ്റ്റ് പൊന്തുന്ന പോലെ. പക്ഷേ ഈ ഇപ്പുറത്തായിരുന്നെങ്കിൽ ഇത് രണ്ട് സാധനം ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ പൊന്തി വരും. റോഡിന്റെ മേലൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ഇന്ത്യൻ മെയിൻലാൻഡിൽ നിന്ന് രാമേശ്വരം ഐലൻഡിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അമൃത എക്സ്പ്രസ് അങ്ങനെ രാമേശ്വരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്റ്റേഷനിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ രാമേശ്വരത്തെത്തി. നമ്മൾ ഇറങ്ങാൻ പോവാണ് കേട്ടോ നമ്മൾ ട്രെയിനിൽ നിന്ന്. അങ്ങനെ നമ്മുടെ അമൃത എക്സ്പ്രസ് അങ്ങനെ രാമേശ്വരത്ത് എത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ രാമേശ്വരത്ത് എത്തിയിരിക്കുകയാണ്. ഇതൊരു ഡെഡ് എൻഡ് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെ വന്ന് ട്രാക്ക് അവസാനിക്കുകയാണ്. ഇവിടെ നിന്ന് ഞാൻ ട്രെയിൻ പോവില്ല, ഡെഡ് എൻഡാണ്. അപ്പോൾ നമ്മുടെ അമൃത എക്സ്പ്രസിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് തിരിച്ച് ഈ ട്രെയിനിൽ കയറി തന്നെയാണ് ഞാൻ പോകാൻ പോകുന്നത് തൃശ്ശൂരിലേക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ കൂടി ഉണ്ടാവും അടുത്ത വീഡിയോ ആയിട്ട്. രാമേശ്വരത്ത് നിന്ന് തൃശ്ശൂർ വരെയുള്ള ബോറടിപ്പിക്കുകയല്ല, കാരണം പാമ്പൻപാലം വഴി പോകുന്നതല്ലേ, അത് ഒന്ന് ഇതായിക്കോട്ടെ വെച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ട്രെയിനല്ലേ, അപ്പ് ആൻഡ് ഡൗൺ 2 ട്രെയിനും ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക. ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ.